ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റുള്ളൂ കേട്ടോ, ഇന്ന് ഞായറാഴ്ചയല്ലേ. അല്ലെങ്കിലും എഴുന്നേക്കലൊക്കെ ഇപ്പോൾ ഇത്തിരി 5 മണിക്ക് കഴിയുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റ് കുറേ നാമൊക്കെ ജപിച്ചിട്ട് അവിടെ തന്നെ കിടക്കും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഒരു ചായ ചൂടോടെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. അരി അടുപ്പത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങണം. മുറ്റം നിറയെ റബ്ബറിൻ്റെ ഇലയും പുല്ലുക. ഇനി മുറ്റം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള എൻ്റെ ദിവസങ്ങളിലെ പരിപാടി. ഇന്ന് അംഗനവാടിയിലൊരു ഫംഗ്ഷൻ ഉണ്ട്. എനിക്ക് പകരം വന്നിരുന്ന ടീച്ചർ ഈ മാസം കൊണ്ട് പോവുകയാണ്. കാരണം ഞാൻ 1-ാം തീയതി തൊട്ട് കയറുന്നു. അപ്പോൾ ആ ടീച്ചറിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്നുണ്ട്, നാട്ടുകാരും കമ്മിറ്റിക്കാരൊക്കെ കൂടെ കൂടിയിട്ട്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കണം. 11 മണിക്കാണ്. അപ്പോഴത്തേക്കും ചോറും കറിയും ഒക്കെ ആകണം. പറ്റുന്ന പോലെ പുല്ലൊക്കെ പറിച്ച് മുറ്റമൊക്കെ വെടുപ്പാക്കണം. അത് വലിയൊരു ടാസ്ക്കാണ്. മുറ്റം വെടുപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത്രയേറെ കാടുണ്ട്. അത് ഇന്നൊരു ദിവസം കൊണ്ടൊന്നും ആവില്ല. എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് അരി അടുപ്പത്തിട്ടിട്ട് മുറ്റത്തേക്ക് പോവുകയായി. ഏതാണ്ട് ഒരു 10 മണിയോട് കൂടിയിട്ട് ആ പരിപാടിയൊക്കെ നിർത്തി ഫ്രഷായിട്ട് അങ്ങനെയോടേക്ക് പോകാൻ നോക്കണം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പഞ്ചസാര ഇട്ടിട്ടില്ല. ഞാൻ ചായയുടെ കൂടെ പഞ്ചസാര ഇടാറുണ്ട്. പിന്നെ പാല് കുറച്ച് നേരം കിടന്ന് തിളയ്ക്കണം, നല്ലതാണ്. പാലിനൊരു വേവുണ്ടെന്നല്ലേ പറയണേ. അപ്പോൾ അതങ്ങനെ വേവട്ടെ. പഞ്ചസാര ഒരല്പം ഇടാം. ഈശ്വര, അപ്പോൾ കയ്യിൽ നിന്ന് പോയേനെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. പിന്നെ കാണാം കേട്ടോ.